സാമ്പാർ പൊടിയില്ലാതെ നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലേക്ക് ഒരു 100 ഗ്രാം തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നമുക്കിനി ഇത് കുക്കർ അടച്ചു വെച്ച് 2 വിസിലിട്ട് വാങ്ങാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്, ചെറിയ പീസാക്കിയിട്ട്. ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തത്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഒരു 1/4 കപ്പ് വെള്ളരിക്ക ചെറിയ പീസാക്കിയിട്ട്. 2 മുരിങ്ങക്കായ, ഒരു 4 കോവയ്ക്ക ഇതേപോലെ ചെറിയ പീസാക്കണം. ഒരു വൈനിങ്ങ ഇതേപോലെ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കണം. ഒരു ക്യാരറ്റും ഇതേപോലെ കട്ടാക്കി കൊടുക്കണം, അതും ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി, ഒരു പീസ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കായപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. മൊത്തത്തിലങ്ങ് ഇളക്കി യോജിപ്പിക്കണം. അടിപൊളി സാമ്പാറാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്കിത് സാധാ മൂടി കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഇടരുത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തതാണ്, അതും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 2 വെണ്ടയ്ക്ക ഇതുപോലെ കട്ടാക്കി എടുക്കണം, അത് ഇട്ട് കൊടുക്കണം. സാമ്പാറിൽ ഇട്ടാൽ കുഴഞ്ഞു പോയിട്ട് സാമ്പാർ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ അതിലേക്ക് ആവാതെ നോക്കണം. ആ എണ്ണയിലാണ് ഇനി നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത് കടുവൊക്കെ. എണ്ണയില്ലാതെ വെണ്ടയ്ക്ക മാത്രം ഇട്ട് കൊടുക്കാൻ നോക്കണം. ഇനി മൊത്തത്തിലങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇത്രയും മതി. അതേ ബാക്കിയുള്ള എണ്ണയിൽ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി വന്നാൽ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കണം. ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് കട്ടാക്കാതെ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നാൽ ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, ഹൈ ഫ്ലെയിമിലാക്കരുത്. 2 ചുവന്ന മുളക് ചെറിയ പീസാക്കി കട്ടാക്കിയത് എല്ലാം കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതും കൂടി മൂത്ത് വന്നാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. മൊത്തത്തിൽ അങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഓഫ് ചെയ്യാം. ഇത്രയും മതി. കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും മതി. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏതൊക്കെ പച്ചക്കറി വീട്ടിലുണ്ടെന്ന് വിചാരിച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇന്നത് വേണമെന്നൊന്നുമില്ല, എന്ത് ഇട്ട് കൊടുത്താൽ അടിപൊളി സാമ്പാറാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.